ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. ഇപ്പോൾ രാവിലെ ഒരു 5 മണിയായി, 5-5:30 രണ്ട് പിള്ളേരാണ് ഉണർന്നിരിക്കുന്നുണ്ട്. മോനിപ്പോഴും ഉറക്കാണ്. ബാഗൊക്കെ ഞങ്ങളെടുത്ത് സെറ്റാക്കി വെച്ചു. ഇനി എല്ലാം ഒന്ന് കയറ്റണം, എല്ലാം റെഡിയാണ്. അപ്പോൾ ഫൈനൽ പാക്കിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ ലോഡിങ് മാത്രമേ ഉള്ളൂ. അപ്പം പോകുന്നതിൻ്റെ ഇതിലാണ് കുട്ടികളൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. ഇനി നാളെ തൊട്ട് വീണ്ടും സ്കൂളൊക്കെ തുടങ്ങണമല്ലോ, അതിൻ്റെ ഒരു വിഷമത്തിലാണ്. ഓക്കെ, ഇപ്പോൾ ബാക്കി കാഴ്ചകൾ പിന്നീട് കാണിക്കാം. നമ്മളെല്ലാവരും ഒരുങ്ങി. ഇനിയിപ്പോൾ ഞാൻ ബാക്കി കാണിച്ചുതരാം. സാധനങ്ങളൊക്കെ എടുത്ത് ഒടുക്കിയിട്ടുന്ന ഒരു സീൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ബിസിയാണ് ഇവർ സാധനങ്ങളൊക്കെ കയറ്റുന്നതിൽ. സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് കയറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫുൾ ലോഡാണ്. എല്ലാ സാധനങ്ങളും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ മോനെ? കഴിഞ്ഞോ? എല്ലാം കയറ്റിയോ? ഓക്കെ, ഇത് ഞങ്ങളുടെ ബബ്ലി മാസുകൾ വീണ്ടും കയറുകയാണ്. ഒരു 3-4 ബബ്ലി മാസ് കമ്പിളി മേശ ഓരോ സ്ഥലത്ത് ഓരോ പേരാ. ഇതാണ് രാത്രി കയറി. മീൻ സാധനങ്ങളെല്ലാം കയറി കഴിഞ്ഞു. നേരം വെളുത്തിട്ടില്ല, വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ നാട്ടിൽ നിന്ന് ഒരു നാരകം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്കോട്ട് ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാരകമാണ് കയറി പോകുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. വീടിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് കയറുന്ന റോഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ റോഡിലോട്ട് കയറുകയാണ്. അങ്ങനെ ഒരാഴ്ചത്തെ നീണ്ട അവധിക്കാലം കഴിഞ്ഞു. നാളെ 20 ദിവസം ബ്രേക്ക് കൂടെ ഉണ്ട്. ബുധനാഴ്ച തൊട്ട് ബാക്ക് ടു ഓൾഡ് റൊട്ടീൻ. ഓക്കെ, എന്നെ തള്ളിയിട്ടു. മഞ്ഞാണ്. കുട്ടിക്കാലത്തിന്റെ മനോഹാരിത. പക്ഷേ ഇതെടുക്കണ്ട. അവളുടെ കുഞ്ഞുമക്കളുടെ വരവും കാത്ത് അതുങ്ങളെ ഓർമ്മിക്കാനായി ഞാൻ എനിക്ക് സങ്കടം തോന്നി. ചിലപ്പോൾ പോയി കാണുമോ? തങ്കച്ചി സംശയം പറഞ്ഞു. ഒരു പക്ഷേ അവിടെ കാണുമായി. ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. നമ്മളെപ്പോഴും നാട്ടിൽ നിന്ന് ഇങ്ങനെ പൊതിച്ചോറ് കൊണ്ടുവന്ന് കഴിക്കുകയാണ്. പിള്ളേർക്കെല്ലാം അതാണ് ഇഷ്ടം. സോ മമ്മി പാവം രാവിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾ ഇതുപോലെ തന്നെ കൊണ്ടുവരികയാണ്. അതുപോലെ നെക്സ്റ്റ് ഡേക്കുള്ളതും കൂടെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. തോരനുണ്ട്, മോര്, മെഴുകുവരട്ടി, പൊടിമീൻ, അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ അത് കഴിച്ചിട്ട് ഇനി ഞങ്ങൾ പാക്ക് ചെയ്ത് തന്നെ. ജോനാണെങ്കിൽ ഇതേ കാറിൻ്റെ അകത്തിരുന്ന് ഇത് വെച്ചിട്ട് കഴിക്കുന്നു. നമുക്ക് കാറ് പാർക്ക് ചെയ്യാനും ഒരു നല്ലൊരു സ്പേസ് കിട്ടി ഇവിടെ. ഹൈവേയിലാണ്, കുറച്ച് തണലൊക്കെ ഉള്ള സ്ഥലം കിട്ടി.
അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നിന്ന് പാർക്ക് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആണ് ഇനിയും ഡ്രൈവ് ചെയ്യുക. കയറുവാണിപ്പോൾ. അങ്ങനെ ലോങ് 11 hours ഡ്രൈവ് നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ എത്തി. ബാംഗ്ലൂർ അല്ല, കർണാടക ബോർഡർ ക്രോസ് ചെയ്തു. ഇനി ഇവിടുന്ന് നമുക്കൊരു 25-30 മിനിറ്റ്സോളം വീട്ടിലോട്ട്, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്കൊന്ന് കുഞ്ചു എഴുന്നേറ്റിരിക്കില്ലേടാ? അതെ അതെ, കുഞ്ചു ഇവിടെ ബോറടിച്ചിട്ടുണ്ടോ, മൊബൈലുണ്ടോ കാണുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.